ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ പാച്ചൂസിന് കുറച്ചൊരു കുറവുണ്ട് കേട്ടോ. എന്നാലും അവന് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ ഇന്നും ഞാൻ ലീവ് എടുത്തതാണ്. അപ്പോൾ കുറേ ദിവസമായി ലീവ് എടുത്ത് ഒരു ദിവസമെങ്കിലും അവൻ്റെ അടുത്ത് നിന്നാൽ കുറച്ചൊന്ന് അവന് ഓക്കെ ആവുന്നവന് ഞാൻ പോവുകയാണ്, ഞാൻ ഓനിട്ടേച്ച് പോവുകയാണ് എന്നുള്ളൊരു ആദ്യം വന്നതാണെന്നൊരു തോന്നൽ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു ദിവസം ഒന്ന് അവൻ്റെ അടുത്ത് നിന്ന് ഒരു മരുന്നൊക്കെ കൊടുത്തു അവനെ നോക്കി ആവിയിരിക്കും എന്ന് വിചാരിച്ചിരുന്നാൽ പിന്നെ സമാധാനത്തോടെങ്കിൽ പണിക്ക് പോയിട്ട് ഒരു സമാധാനവും ഇല്ല. അപ്പോൾ വിചാരിച്ച് ഇന്ന് ലീവ് എടുത്തോനെ നിന്ന് നോക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ പാച്ചൂസിനെ ഡോക്ടറെ കാണിച്ചിട്ട് വേണം കേട്ടോ ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകാൻ. എങ്ങോട്ടാണ് എന്താണെന്നൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആദ്യമോനും ഉണ്ട് ഞങ്ങളെ കൂടെ. എന്താ വെച്ചാൽ ഞാനിന്ന് വീട്ടിലേക്ക് തിരിച്ച് വരില്ല. അപ്പം ഇന്ന് പോകുന്ന അവിടെ നിൽക്കും കേട്ടോ. അതിനെക്കൊണ്ടാണ് ഞാൻ ആദ്യമോനും കൂടെ ഞങ്ങളുടെ കൂടെ പോരുന്നത്. മറ്റേ ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോൾ ഞാൻ അധികം ഓനെ കൊണ്ടുപോകും. ഞാനും സ്ഥിരം പോലെ ഞങ്ങൾ നടന്നാണ് പോകുന്നത് കേട്ടോ. ഞങ്ങൾക്ക് ഓട്ടോ ഒന്നും കിട്ടിയില്ല. ഞങ്ങൾക്ക് കൊടുവള്ളിയിലേക്കും എങ്ങോട്ട് പോവുകയാണെങ്കിലും ഞങ്ങൾക്ക് ഏത് വഴിക്കാണെങ്കിലും കുറച്ച് നടക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ നടക്കുകയാണ്. പാച്ചിൻ്റെ കയ്യിൽ എന്താ വെച്ചോ? പാച്ചിൻ്റെ കയ്യിൽ എന്താ വെച്ചോ? മിഠായിയാ? അവൻ്റെ പാച്ചു ചിരിച്ചിട്ട് എത്ര ദിവസമായി? പാച്ചു ചിരിച്ചിട്ട് എത്ര ദിവസമായി? ചക്കര മുട്ടാണ്, പഞ്ചരക്കറ്റാണ്, ചിങ്ങിരി മുട്ടാണ്. ചിരിക്കേടെ പല്ലേടാ പാച്ചിൻ്റെ. അപ്പം ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നടന്നു പോകുമ്പോഴേരം അച്ഛനെ കണ്ടിട്ടോ, തായത്തച്ഛനെ കണ്ടേ. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ കൊടുവള്ളിയിലേക്ക് ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് വണ്ടിമേൽ എന്നെക്കൊണ്ട് ഞങ്ങൾ വേഗം കൊടുവള്ളി എത്തിയേ. പിന്നെ ആദ്യമോ എന്തോ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുക ഫോണിൽ. പിന്നെ ഞങ്ങൾ പാച്ചൂസിനെ ഡോക്ടറെ കാണിച്ച് പിന്നെ അത് കഴിഞ്ഞ് ഒരു സ്ഥലം വരെ പോവുകയാണേ. ഞാൻ ഇതുവരെ ഇത്ര ദൂരമൊന്നും അവരെയും കൊണ്ട് പോയില്ല കേട്ടോ. പ്രതീക്ഷിക്കാത്തൊരു പോക്കാണ്. അപ്പോൾ ദിജീഷേട്ടൻ ഇന്ന് ബത്തേരി ആയിരുന്നു കേട്ടോ. പിന്നെ ഡേമാർട്ടിൽ ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ രാവിലെ തന്നെ എന്നെ വിളിച്ചിട്ടുണ്ടായിനെ നിങ്ങൾ പോരുന്നോന്ന് വെച്ചിട്ട്. അപ്പോൾ പിന്നെ പാച്ചൂര് വയ്യാത്തതിനെ കൊണ്ട് ഞാൻ പറഞ്ഞു ഞങ്ങളില്ല, ഞങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞു. പിന്നെ അത് പോയി കുറച്ചും കൂടെ എത്തിയപ്പോൾ വിളിച്ചിരിക്കുന്നു നിങ്ങൾ വാ, പിന്നെ ബസ് കയറി വന്നാൽ മതി, ഞാൻ ഇവിടെ മീനങ്ങാടി നിങ്ങളെ കാത്ത് നിൽക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചിട്ടോ എന്തായാലും പോവാം. കാരണം നാളൊരു ദിവസം ഞങ്ങൾ വയനാട്ടിൽ പോകാൻ ആഗ്രഹിച്ച് ഡ്രസ്സ് വരെ ഞാൻ എടുത്ത് വെച്ച് കൊടുത്തുനിന്ന് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ആ ഒരു വിഷമം എനിക്കുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ച് വെറുതെ എങ്ങോട്ടും പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് അവിടെ വരെ പോവുക, ദിജീഷേട്ടൻ്റെ കൂടെ തിരിച്ചു പോരുക, അത് ഒരു കാര്യമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നാലും വേണ്ടില്ല പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും മക്കളും കൂടെ സുൽത്താൻ ബത്തേരി ബസ് വന്നിട്ടോ. അതിൽ കയറി ബസ്സിലെ കാറ്റ് തട്ടിയപ്പോഴേക്ക് പാച്ചൂസ് ഉറങ്ങി കേട്ടോ. പിന്നെ ഞാനും ആദ്യമോനും ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞ് ഞാനും ആദ്യം കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത്. പിന്നെ ആദ്യക്കാണെങ്കിൽ ഭയങ്കര മടിയാട്ടോ, വീഡിയോ എടുക്കാനൊന്നും നോൻ കൂടില്ല. പിന്നെ കുറേ നിർബന്ധിച്ചപ്പം പിന്നെ ബസ്സിലിരിക്കല്ലേ, ഇറങ്ങി ഓടാൻ ഒഴിവില്ലാത്തതിനെ കൊണ്ട് കുറച്ചൊക്കെ എൻ്റെ കൂടെ കൂടിയിട്ടോ. പിന്നെ ഞാൻ ആദ്യമോനാട്ടോ ഈ വീഡിയോ ഒക്കെ എടുത്തിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം അടിവാരം കഴിഞ്ഞ് ചുരം കയറാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ചുരം കയറാൻ തുടങ്ങുമ്പോൾ ഒരു പ്രത്യേക ഒരു രസമായിട്ടോ. ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തട്ടി വരാൻ തുടങ്ങും. ഞാൻ വയനാട്ടിലേക്ക് ഞങ്ങളിപ്പോൾ പോയിട്ട് കുറേ ആയിട്ടോ. ഞാനങ്ങനെ ചുരം വരെയൊക്കെ ചിലപ്പം 4-ാം വളവ് വരെയൊക്കെ ഞങ്ങൾ ആദ്യമൊക്കെ പോകണ്ടേ. ഇപ്പോൾ പാച്ചൂസും കൂടി ഒക്കെ ആയാലും പിന്നെ പണിക്കും പോകാൻ തുടങ്ങിയപ്പോൾ സമയം ഉണ്ടാവില്ല. സമയം ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളോട് നടക്കില്ല. അപ്പോൾ മുന്നേ ദിവസം വയനാട്ടിലൊക്കെ പോകാൻ ഡ്രസ്സൊക്കെ എടുത്തിച്ച് പോകാൻ ഒരുങ്ങിയോടത്തുനിന്ന് പോകാൻ പറ്റില്ല. ആ ഒരു വിഷമം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ചിലപ്പോൾ അന്ന് ഞാൻ കുറേ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അല്ലെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളും നടക്കില്ല. ഇനി എങ്ങോട്ടെങ്കിലും ഒരു പോകുന്ന കാര്യം വരെ ആയിക്കോട്ടെ ചിലപ്പോൾ നടക്കില്ല. ചെറിയ എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിലും ഒരു ചിലപ്പോൾ എന്നല്ല, ഒരു 199% നടക്കില്ല. അപ്പോൾ വിജീഷാണ് ഞാനും ചില സമയത്ത് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കച്ചറിയാവും. എന്നോട് പറയും ഇങ്ങെന്തിനാ ഞാൻ പറയുമ്പോഴേക്കും അങ്ങോട്ട് ആഗ്രഹിക്കാൻ പോയതെന്ന് പറയും. ശരിയല്ലേ, എന്നെപ്പോലത്തെ ആൾക്കാരൊക്കെ അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ. നമ്മൾ വേറെ ഇപ്പോൾ നാളെ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാമെന്നൊക്കെ പറയുമ്പോൾ
അയ്യോ പോകാനുള്ള കാര്യങ്ങൾ നമ്മൾ തലേന്ന് രാത്രിയെ തുടങ്ങുമോ നാളെ പോവുമല്ലോ എന്നൊരു ചിന്ത. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ തെറ്റി മെണങ്ങിയൊക്കെ നിന്നിട്ടോ. പക്ഷേ പിന്നെ അതൊക്കെ അങ്ങ് വിട്ട് നമ്മൾ വേറെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ കൊണ്ടുപോയില്ലല്ലോ എന്ന് വിചാരിച്ച് പിന്നെ അതൊന്നും ആലോചിച്ചിരുന്നില്ല കേട്ടോ. അധികം അങ്ങനെ തന്നെ ഉണ്ടാവില്ല. ഇപ്പം ഞങ്ങൾ 9ാം വളവിലെത്തിട്ടോ. 9ാം വളവ് എത്താനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല വ്യൂ ആട്ടോ. ഇവിടെ താഴോട്ട് നോക്കുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ ആദ്യം അത് നോക്കിങ്ങാട്ട് പേടിച്ച് നിൽക്കുക, അതെന്താന്ന് വെച്ചിങ്ങാട്ട്. ബസ്സിലതിനെ കൊണ്ട് അവിടെ ഒന്നും സ്റ്റോപ്പൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് നിർത്തുന്നില്ലല്ലോ. പിന്നെ അങ്ങനെ അങ്ങ് പോയിട്ടോ. പറ്റും പോലെ ഞാൻ വീഡിയോ എടുത്തു നോക്കി. പിന്നെ അതിനോട് പറയുന്നുണ്ട് അമ്മയെ ഫോണ് വീണ് പോട്ടോന്ന്. പിന്നെ പാച്ചൂസിൻ്റെ പാച്ചു അപ്പോഴേക്കും എണീച്ചിട്ടോ. എൻ്റെ മടിയിലുള്ളതിനെ കൊണ്ട് എനിക്ക് അധികം ഫോണൊന്നും പൊന്തിച്ച് ഇങ്ങനെ പിടിക്കാനൊന്നും പറ്റില്ല. അഥവാണ്ടിരിക്കും ദേഷ്യം പിടിച്ച് അങ്ങനെ തള്ളിയിട്ടാൽ പിന്നെയുള്ള ഫോണും കൂടെ പോയി കിട്ടിയാൽ പിന്നെ നല്ല കഥയായിരിക്കും. അപ്പോൾ ഞങ്ങൾ ചുരമൊക്കെ കയറിക്കൊണ്ടിരിക്കുക. നല്ല വെയിലായിരുന്നു കേട്ടോ. ഒരു 11:30-12 മണി ടൈം ആയിരിക്കും ഞങ്ങൾ ചുരം കയറി അവിടെ എത്തിയപ്പോൾ കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ വയനാട് വെൽക്കം ടു വയനാട് എന്നുള്ള അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ വൈത്തിരി എത്തിട്ടോ. വൈത്തിരി എത്തിയപ്പോൾ പാച്ചൂസ് ഉറക്കഴിഞ്ഞ് ഞാൻ എന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഓരോന്ന് കാണിച്ചു കൊടുക്കുക. തേയിലത്തോട്ടവും ആദിക്കും പാച്ചൂസിനൊക്കെ ഓരോന്ന് കാണിച്ചു. പാച്ചൂസ് പിന്നെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല, ഭയങ്കര കച്ചറയാണ്. അപ്പം ഞങ്ങൾ ഇവിടെ എത്തിട്ടോ. കൽപ്പറ്റയൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. കൽപ്പറ്റ നമ്മൾ വയനാട്ടിൽ പോയിക്കുന്നെങ്കിലും ഓരോ സ്റ്റാൻഡും അങ്ങനെയൊന്നും കണ്ടിട്ടൊന്നുമില്ല. നമ്മൾ ഓരോ സ്ഥലത്ത് തിരിച്ചു പോരും. അല്ലാണ്ട് ഇങ്ങനെ ബസ് സ്റ്റാൻഡിലൊന്നും ബസ്സിൽ യാത്ര അങ്ങനെ ചെയ്തിട്ടേ ഇല്ല കേട്ടോ വയനാട്ടിലേക്കൊന്നും. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ എനിക്കിഷ്ടമാണ് പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് സ്ഥലപ്പേരിങ്ങനെ വായിക്കാൻ എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനത് എപ്പോഴും എങ്ങോട്ട് പോകുമ്പോഴും ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. പിന്നെ ആദ്യക്കാണെങ്കിൽ ബസ്സിലിരുന്ന് മതിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ അതിനെ വീഡിയോ ഒന്നും എടുക്കണ്ട എപ്പോഴും എത്തുകയെന്ന് വെച്ചാൽ ഇങ്ങനെ കച്ചറ കൊടുക്കും. പിന്നെ വാച്ചിട്ട് എണീച്ചപ്പം ബസ് അവിടെ നിർത്തിയതതിന്. അപ്പോൾ ഞാൻ ഓരോന്നിങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് അവിടെ എത്തിക്കിട്ടണ്ടേ. ഇത് എത്ര ദൂരം ഇനി പോകാണ്ടെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു പെൻസിലേക്ക് ഇങ്ങനെ കാണിച്ചിട്ട് അവിടെ ഡോളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ കുറച്ച് നേരം ആക്കുന്ന നോക്കി ഞാൻ നിന്നിട്ടോ. പിന്നെ ബസ് എടുത്ത് പിന്നെ ഞാൻ ബസ്സിനോട് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതിട്ടാണെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞിട്ട് ഓനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ പുറത്തേക്ക് ഓരോന്ന് കാണിച്ചു കൊടുത്ത് നോക്കി. എന്നിട്ട് ഒരു ഉഷാറില്ലാത്തതിനെ കൊണ്ടാണ് ഓനെ ഞാൻ വയ്യായിക്കൊന്നും ഇല്ലാത്തൊരു സമയത്ത് ഞങ്ങൾ മോനെ നല്ല രസമാണ് കേട്ടോ. ഓന് അടിപൊളിയായിരിക്കുന്നത്. കാരണം ഓന് ആദ്യമോനെ പോലെയല്ല, എല്ലാം ആക്റ്റീവായിട്ടോ. പുറത്തേക്ക് ഒന്നും കാണാനും അത് വേണമെന്ന് പറയാനൊക്കെ ഭയങ്കര ഉഷാറാണ്. അതിന് പിന്നെ അതൊന്നുമില്ല. അപ്പോൾ എങ്ങനെയൊക്കെ ഞങ്ങൾ മീനങ്ങാടി എത്തി. അവിടെ ഇറങ്ങി ദിജീഷണ്ണ വന്ന് ഞങ്ങളെ കൂട്ടിയിട്ടോ. പിന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് ദിജീഷണ്ണൻ്റെ കൂടെ ബത്തേരിക്ക് പോയത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ നമ്മുടെ അടുത്ത വീഡിയോയിലായിരിക്കും ഉണ്ടാവുക. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.